നമുക്കൊരു കളി കളിച്ചാലോ? രണ്ട് കൈ ഇങ്ങനെ പൊക്കി പിടിച്ചോ. ഇനി ഞാൻ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കുന്ന ചില സിറ്റുവേഷൻസ് പറയാം. ഓരോ പ്രാവശ്യവും നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കാറുണ്ടെങ്കിൽ ഒരു വിരൽ മടക്കാം. റെഡിയല്ലേ? ഒരു ചെറിയ തീരുമാനം എടുക്കാൻ വേണ്ടി അമിതമായി ചിന്തിച്ച് സമയം വേസ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഞാൻ എടുത്ത തീരുമാനം തെറ്റാവോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിരൽ താഴ്ത്താം. രാവിലെ എന്ത് ഡ്രസ്സ് ഇടണം എന്ന് തീരുമാനിക്കാൻ കഴിയാതെ 10 മിനിറ്റ് ആലോചിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഒരു വിരൽ മടക്കാം. ഒരാളോട് എന്ത് സംസാരിക്കണം എന്നുള്ളത് പല പ്രാവശ്യവും നിങ്ങളുടെ മൈൻഡിൽ റിഹേഴ്സൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിരൽ താഴ്ത്താം. ആഴ്ചകൾക്ക് മുന്നെയോ അല്ലെങ്കിൽ കൊല്ലങ്ങൾക്ക് മുന്നേ നടന്നൊരു സംഭവം ആലോചിച്ച് ഇപ്പോഴും ടെൻഷൻ ആവാറുണ്ടെങ്കിൽ ഒരു വിരൽ താഴ്ത്താം. റെസ്റ്റോറൻറ്റിൽ കയറി ഒരു മെനു നോക്കിയിട്ട് അല്ലെങ്കിൽ ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്യാൻ നോക്കിയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടും എന്താണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ കഴിയാതെ വന്നിട്ടെങ്കിൽ ഒരു വിരൽ മടക്കാം. ഒരു മെസ്സേജ് അയക്കാൻ വേണ്ടി ടൈപ്പ് ചെയ്ത് അയക്കണോ വേണ്ടേ അങ്ങനെ ആലോചിച്ച് അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു വിരൽ മടക്കാം. ഒരിക്കലും നടക്കാത്ത ഒരു തർക്കത്തിന് വേണ്ടി എപ്പോഴെങ്കിലും നിങ്ങൾ മുന്നേ കൂട്ടി തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു വിരൽ മടക്കാം. ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് എന്ത് വിചാരിക്കുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിരൽ മടക്കാം. ഏത് സിനിമ കാണണം എന്ന് ആലോചിച്ച് ലാസ്റ്റ് ഒന്നും കാണാതിരുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു വിരൽ മടക്കാം. എത്ര വിരലുകൾ മടക്കിപ്പോൾ നിങ്ങൾ? ഇനി ഏതെങ്കിലും ആൻസർ ആലോചിക്കാൻ വേണ്ടി നിങ്ങൾക്ക് 1 മിനിറ്റിൽ കൂടുതൽ സമയം വന്നെങ്കിൽ ബാക്കി വരുന്ന വിരൽ കൂടി മടക്കിക്കോളൂ. ഇപ്പോൾ ഈ പറഞ്ഞ മിക്കവാറും എല്ലാ സിറ്റുവേഷനും അല്ലെങ്കിൽ ഭൂരിഭാഗം സിറ്റുവേഷനും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതിൽ എക്സ്പേർട്ടാണ്. നിങ്ങളുടെ ബ്രെയിൻ ഒരു പവർ ഹൗസാണ്. പക്ഷേ നിങ്ങളെ ആ ഓവർ തിങ്കിങ് ഉണ്ടല്ലോ, അത് നിങ്ങളെ ഓവർ പവർ ചെയ്യുകയാണ്, നിങ്ങളെ കീഴ്പ്പെടുത്തുകയാണ്. ഇത് നിങ്ങൾക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമല്ല കേട്ടോ. നിങ്ങൾ ഒറ്റയ്ക്കല്ല. 25-നും 35-നും ഇടയിൽ പ്രായമുള്ള 73% പേരും ഓവർ തിങ്കിങ് ചെയ്യുമ്പോഴും അമിതമായി ചിന്തിക്കും. 45 വയസ്സിന് മുകളിലുള്ള പകുതിയിലധികം പേരും ഇങ്ങനെ തന്നെയാണ് പോലും. ഞാനും ഇങ്ങനെ തന്നെ ആയിരുന്നു ആദ്യം. അതിപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെ ആവുമല്ലോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ കാലക്രമേണ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്ത് ചിന്തിക്കുന്ന രീതി മാറ്റി ഓവർ തിങ്കിങ്ങിനെ ഡീപ്പ് തിങ്കിങ്, ആഴത്തിലുള്ള ചിന്തയാക്കാൻ ഞാൻ പഠിച്ചു. ഈ വീഡിയോയിൽ എങ്ങനെ ഓവർ തിങ്കിങ്ങിനെ ഡീപ്പ് തിങ്കിങ് ആക്കാമെന്നുള്ള കുറച്ച് പവർഫുൾ ട്രിക്കുകളാണ് പറയാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ടും കേൾക്കുക, തീർച്ചയായും ഉപകാരപ്പെട്ടിരിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് പഴയ കാലത്തിലേക്ക് പോകാം. പഴയ കാലം എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ്. അന്ന് എല്ലാ ജീവികളെയും എടുത്തു നോക്കിയാൽ ഹോമോസാപ്പിയൻസ്, ഇന്നത്തെ മനുഷ്യരായിരുന്നു ഏറ്റവും വീക്കായ, ദുർബലരായ ജീവികൾ. നമുക്ക് പറക്കാൻ കഴിയില്ല, വേഗത്തിൽ നീന്താൻ കഴിയില്ല, നന്നായി ഉയരത്തിലേക്ക് കയറാൻ കഴിയില്ല. ശാരീരികമായി നമ്മൾ ദുർബലരായിരുന്നു. പക്ഷേ ഒരു ജനിതക വ്യതിയാനം എല്ലാം മാറ്റിമറിച്ചു. നമ്മൾക്ക് ചിന്തിക്കാനുള്ള കഴിവ് കിട്ടി. മറ്റു മൃഗങ്ങൾ ചിന്തിക്കുന്നുണ്ട്, പക്ഷെ അത് അതിജീവിക്കാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോൾ ഉറുമ്പുകളെ നോക്കുകയാണെങ്കിൽ അവരെവിടെ ഫുഡ് ഉണ്ടെങ്കിലും കണ്ടുപിടിക്കും, അല്ലേ? കുരങ്ങുകൾ പരസ്പരം സഹായിക്കും, നായ്ക്കൾ മണം പിടിച്ച് ട്രാക്ക് ചെയ്ത് പോകും. എന്നാൽ മനുഷ്യരോ? നമ്മൾക്ക് അപകടം വരുന്നതിന് മുമ്പ് തന്നെ അത് സങ്കല്പിക്കാൻ കഴിയുമായിരുന്നു. നമ്മൾക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാനും അതിനുവേണ്ടി ഒരുങ്ങാനും അത് പ്രൊട്ടക്റ്റ് ചെയ്യാനും കഴിയുമായിരുന്നു. അവിടെ നിന്നാണ് ഒരു സർവൈവൽ മെക്കാനിസം, അതിജീവന സംവിധാനം എന്ന നിലയ്ക്ക് മനുഷ്യൻ ഓവർ തിങ്ക് ചെയ്യാൻ, അമിതമായി ചിന്തിക്കാൻ തുടങ്ങിയത്. നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ഏറ്റവും വേസ്റ്റായിട്ട് എന്താ സംഭവിക്കാനുള്ളത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പോലെയാണ് പ്രോഗ്രാം ചെയ്തത്. അത് നമ്മളെ അന്ന് ജീവനോടെ നിർത്തി. പക്ഷേ ഇന്ന് അന്നത്തെ പോലെ സിംഹമോ പുലിയോ മറ്റ് കാട്ടിലെ മൃഗങ്ങളൊന്നും നമ്മളെ പിന്തുടരാനില്ല. അങ്ങനെ നമ്മുടെ ജീവന് ഭീഷണിയുള്ള ഒന്നുമില്ല. പക്ഷേ ഇപ്പോഴും നമ്മുടെ ബ്രെയിന് അപകടങ്ങൾക്ക് വേണ്ടി തിരയുന്നു. എന്നിട്ടത് ചിന്തകളാക്കി മാറ്റുന്നു. ഇനി ഞാൻ തോറ്റാലോ? അവർക്കെന്നെ ഇഷ്ടമായില്ലെങ്കിലോ? ഞാൻ അത്ര പോരല്ലേ? അങ്ങനെയുള്ള ചിന്തകൾ. നിങ്ങൾ ബ്രെയിനിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ അത് ഓവർ പ്രൊട്ടക്റ്റീവ് ആവുകയാണ്. ഇപ്പോൾ നമ്മളതിനെ ട്രെയിൻ ചെയ്യാൻ പോകാം കേട്ടോ. അതിജീവിക്കാനല്ല, ത്രൈവ് ചെയ്യാനും അഭിവൃദ്ധി നേടാനും. എങ്ങനെയാണ് ഈ ഓവർ തിങ്കിങ് തുടങ്ങുന്നതെന്ന് അറിയോ? അത് പലപ്പോഴും തുടങ്ങുന്നത് നമ്മുടെ കുട്ടിക്കാലത്ത് നിന്നാണ്. ഒരു പക്ഷേ നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ വഴക്ക് കൂടുന്നത് കണ്ട് വളർന്നതായിരിക്കണം നിങ്ങൾ. അതുമല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യത്തിൽ വളർന്നു വന്നതായിരിക്കും നിങ്ങൾ. നിങ്ങളുടെ മൈൻഡ് വേദനകളെ മുൻകൂട്ടി പ്രവചിക്കാൻ പഠിച്ചിട്ടുണ്ടാകും. ഇനിയിപ്പോൾ എന്താ നടക്കുക എന്ന് നിങ്ങൾക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റും. ആ ഒരു ചിന്ത ഉണ്ടല്ലോ, അത് നിങ്ങളെ ഹാബിറ്റാക്കി മാറിയിട്ടുണ്ടാകും. മറ്റുള്ളവർക്ക് അത് അനിശ്ചിതത്വത്തെക്കുറിച്ചുള്ള ഭയമാണ്. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാഞ്ഞിട്ട് നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു ജോബ് ഇൻ്റർവ്യൂവിന് പോയിട്ട് അതിൻ്റെ റിസൾട്ട്, ഒരു എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട്, റിലേഷൻഷിപ്പുകൾ, നമുക്ക് എല്ലാറ്റിനെയും മേലെ കൺട്രോൾ വേണം, അല്ലേ? പക്ഷേ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ നമുക്കെല്ലാം കൺട്രോൾ ചെയ്യാം എന്ന രീതിയിലല്ല നിർമ്മിച്ചത്. ഇറ്റ്സ് ബിൽഡ് ഫോർ കറേജ്. ഇനി ഇതിൻ്റെ കൂടെയുള്ള വേറെ സംഭവം കൂടെ ഉണ്ട്, സെൽഫ് ഡൗട്ട്.
നിങ്ങളൊരു വീഡിയോ റെക്കോർഡ് ചെയ്തു, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് എഴുതിയുണ്ടാക്കി, അതൊരിക്കലും പോസ്റ്റ് ചെയ്യുന്നില്ല, പബ്ലിഷ് ചെയ്യുന്നില്ല. അതുപോലെ നിങ്ങളൊരാൾക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തുണ്ടാക്കി, പക്ഷെ അത് അയക്കുന്നില്ല. നിങ്ങൾ വലിയ വലിയ സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടും, പക്ഷെ അതിനു വേണ്ടി ഒന്നും ചെയ്യില്ല. കാരണം നിങ്ങൾ എപ്പോഴും ചിന്തിക്കും ആയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ റെഡി ആയിട്ടില്ല എന്ന്. അല്ലെങ്കിൽ നിങ്ങളൊരു പീപ്പിൾ പ്ലീസർ ആയിരിക്കും, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന ഒരാളായിരിക്കും. നിങ്ങൾ സ്വയം ഹാപ്പിയാണോ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർ നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളിൽ ഹാപ്പിയാണോ എന്നാവും നിങ്ങൾ ചിന്തിക്കുക. ശരിയല്ലേ? ഫെമിലിയറായി തോന്നുന്നില്ലേ നിങ്ങൾക്ക്? എന്നാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഈ ഓവർ തിങ്ക് എന്ന് പറയുന്നത് വെറും നമ്മളെ മനസ്സിൻ്റെ പ്രശ്നമല്ല, അതൊരു പെർമിഷൻ പ്രോബ്ലമാണ്. നിങ്ങളുടെ മനസ്സിന് ഇതിനകം അറിയാവുന്ന കാര്യങ്ങൾ ലോകം അംഗീകരിക്കുന്നതിനായി നിങ്ങൾ കാത്തിരിക്കുന്നു. മറ്റുള്ളവരുടെ പെർമിഷന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നു. ഇനി ചിന്തയും അമിത ചിന്തയും തമ്മിലുള്ള വ്യത്യാസം പറയാം. നിങ്ങൾ ഇതിൽ ഏതാണ് ചെയ്യുന്നതെന്ന് ഇനി പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നാമത്തെ കാര്യമാണ് ടൈം ഫാക്ടർ. നിങ്ങൾ 2 കൊല്ലം ഒരു പുസ്തകത്തെ പറ്റി റിസർച്ച് ചെയ്യാൻ വേണ്ടി ചിലവഴിച്ചു എന്ന് വിചാരിക്കാം. അത് ഡീപ്പ് തിങ്കിങ് ആണ്. പക്ഷേ നിങ്ങൾ 1 മിനിറ്റ് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി 1 മാസം ആലോചിച്ചിരുന്നാൽ അത് ഓവർ തിങ്കിങ് ആവും. അടുത്താണ് ദ ആക്ഷൻ ഫാക്ടർ. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ പ്രവർത്തനത്തിലേക്ക് നയിക്കുകയാണെങ്കിൽ അത് തിങ്കിങ് ആണ്, ചിന്തയാണ്. ഇനി അത് നിങ്ങളെ പാരലൈസ് ചെയ്യുകയാണ്, തളർത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ഓവർ തിങ്കിങ് ആണ്. ഇപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നിങ്ങളൊരു സ്വിമ്മിംഗ് പൂളിൻ്റെ കരയിൽ നിൽക്കുകയാണെന്ന് സങ്കല്പിക്കാം. നിങ്ങൾ പൂളിന് എത്ര ആളുണ്ടാവും, എങ്ങനെ ചാടിയാലാണ് സേഫായിട്ട് ചാടാൻ പറ്റുക എന്നൊക്കെ ആലോചിച്ച് ചാടിയാൽ അതൊരു ആരോഗ്യകരമായ ചിന്തയാണ്, ഹെൽത്ത് തിങ്കിങ് എന്ന് പറയും. ഇത് നിങ്ങളെ വെള്ളം എത്ര തണുപ്പുണ്ടാകുമെന്ന് ആലോചിച്ച് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ചാടായിരുന്നാൽ അത് ഓവർ തിങ്കിങ് ആണ്. അടുത്താണ് ഇഫ് ബട്ട് ടെസ്റ്റ്. ഇഫ് ഐ ഫെയിൽ ഇറ്റ്സ് ഓവർ. ഞാനിപ്പോൾ ഇത് തോറ്റു കഴിഞ്ഞാൽ കഴിഞ്ഞു, അങ്ങനെ ചിന്തിക്കുന്നത് ഓവർ തിങ്കിങ്. ഇനി ഞാനതിൽ തോറ്റാലും ഞാൻ ഇനിയും പഠിക്കും, ഇതിനേക്കാൾ ബെറ്റർ റിസൾട്ട് ആക്കും എന്ന് ചിന്തിക്കുന്നത് ഡീപ്പ് തിങ്കിങ്. ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ഒരു കൊടുങ്കാറ്റൊന്നുമല്ല, ആ കൊടുങ്കാറ്റിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ്. ഇനി എങ്ങനെ ഓവർ തിങ്കിങ് നിർത്താമെന്ന് പറയാം. 6 പവർഫുള്ളായിട്ട് ടൂളുകൾ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നാമത്തേതാണ് 9-10 റൂള്. ഇതിൽ പറയുന്നത് നിങ്ങളുടെ സെൽഫ് വർത്തിൻ്റെ, സ്വയം മൂല്യത്തിൻ്റെ 90% വരുന്നത് നിങ്ങളിൽ നിന്നായിരിക്കണം. ബാക്കി 10% മാത്രമേ മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ നിന്ന് വരാവൂ. കാരണം ആളുകളുടെ അഭിപ്രായങ്ങൾ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ നിങ്ങളുടെ സത്യം അങ്ങനെ ആയിരിക്കരുത്. രണ്ടാമത്തെയാണ് ദ ഡിസിഷൻ ഹാബിറ്റ്. തീരുമാനമെടുക്കുന്ന ശീലം. ചെറിയ തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കാൻ നിങ്ങൾ മൈൻഡിനെ പരിശീലിപ്പിക്കുക. ഉദാഹരണത്തിന് എന്ത് കഴിക്കണം, എന്ത് ഡ്രസ്സ് ഇടണം, അങ്ങനെയുള്ളതൊക്കെ. അതും വലിയ വലിയ ജീവൻമരണ പോരാട്ടങ്ങളൊന്നുമല്ലല്ലോ. ചെറിയ തീരുമാനങ്ങൾ പെട്ടെന്ന് എടുത്തുകൊണ്ട് തുടങ്ങുക. സാവധാനം വലിയ തീരുമാനങ്ങളും അധികം ഓവർ തിങ്ക് ചെയ്യാതെ എടുക്കാനുള്ള ആത്മവിശ്വാസം നിങ്ങൾക്ക് കിട്ടും. അടുത്ത റൂളാണ് അത് ഇച്ച് ഷീറ്റ്. ഒരു ചെറിയ പോക്കറ്റ് ഡയറിയിലോ അല്ലെങ്കിൽ ഫോണിലെ നോട്ട് പാഡിലോ ഓവർ തിങ്ക് ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ട് കീപ്പ് ചെയ്യുക. ഓരോ പ്രാവശ്യവും നിങ്ങളുടെ ബ്രെയിൻ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി വറി ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് എഴുതി വയ്ക്കുക. അതിനെപ്പറ്റി പിന്നെ ചിന്തിക്കാമെന്ന് സ്വയം പ്രോമിസ് ചെയ്യുക. ആ ചിന്തകൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ ബ്രെയിൻ ഓട്ടോമാറ്റിക്കായി ശാന്തമാവും. മിക്കവാറും സാഹചര്യങ്ങളിൽ പിന്നെ ആ നോട്ടിലേക്ക് നിങ്ങൾ പോയി നോക്കുമ്പോൾ ആ ഒരു പ്രശ്നമേ അല്ലാതായിട്ടുണ്ടാകും. അടുത്താണ് റീഫ്രെയിം യുവർ ഫോക്കസ്. നിങ്ങളുടെ ഫോക്കസ് റീഫ്രെയിം ചെയ്യുക എന്ന്. നിങ്ങളിങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ലെങ്കിൽ എന്താവുക എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ വിചാരിച്ച പോലെയൊക്കെ നടന്നാൽ അടിപൊളിയാവുമെന്ന്. എപ്പോഴും പ്രോബ്ലം ഓറിയൻറ്റഡ് ആവാതെ സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിരിക്കുക. അവസാനത്തെ ടൂളാണ് എംബ്രേസ് അൺസർട്ടനിറ്റി. അനിശ്ചിതത്വത്തെ സ്വീകരിക്കുക. ഇപ്പോൾ ഇങ്ങനെ സങ്കല്പിച്ച് നോക്കുക, നിങ്ങളൊരു ക്രിക്കറ്റ് മാച്ച് കാണാൻ പോവാണ്. അതിൻ്റെ വിജയികൾ തീരുമാനിക്കുന്നത് ടോസ് ചെയ്തിട്ടാണ്, ഇങ്ങനെ ടോസ് ഇട്ടിട്ടാണ്. നിങ്ങൾ കളിയാണോ? തീർച്ചയായും ഇല്ല. ജീവിതത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അതിൻ്റെ അനിശ്ചിതത്വത്തിലാണ്, അല്ലേ? ഒക്കെ പ്രചോദനാതീതമാണെങ്കിൽ ഒരു എക്സൈറ്റ്മെൻറ്റോ ഒരു വളർച്ചയോ ഒന്നും ഉണ്ടാവില്ല, ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ ഒരു അനിശ്ചിതത്വത്തെ പേടിക്കുന്നത് നിർത്തുക, അതിൽ ജീവിക്കാൻ തുടങ്ങുക. അപ്പോൾ പറഞ്ഞു വന്നത്, നിങ്ങൾ ചിന്തിക്കുന്നത് നിർത്താൻ പറ്റില്ല ഒരിക്കലും, പക്ഷേ ചിന്തിക്കുന്ന രീതി തീർച്ചയായും മാറ്റാൻ പറ്റും. ശ്രീബുദ്ധൻ്റെ ഒരു കഥയുണ്ട്, ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്നത്. ഒരിക്കലൊരു പട്ടാളക്കാരൻ ബുദ്ധൻ്റെ അടുത്ത് വന്നിട്ട് ദേഷ്യത്തിൽ ഷൗട്ട് ചെയ്തിട്ട് പറഞ്ഞു, സ്വർഗവും നരകവും തമ്മിലുള്ള വ്യത്യാസം എന്താ, പെട്ടെന്ന് പറയും എന്ന്. ബുദ്ധൻ ശാന്തനായിട്ട് പറഞ്ഞു, നിങ്ങൾ ദേഷ്യമുള്ള അഹങ്കാരമുള്ളൊരു മനുഷ്യനാണ്, നിങ്ങളൊരു ഉത്തരം അർഹിക്കുന്നില്ല എന്ന്. പട്ടാൾക്കാരൻ ഇതും കൂടി കേട്ടപ്പോൾ ദേഷ്യം ഇരട്ടിച്ച് ആകെ പൊട്ടിത്തെറിച്ച് എൻ്റെ വാളിന് വലിച്ചു വരി. ആ ബുദ്ധൻ ശാന്തനായിട്ട് പറഞ്ഞു, അതാണ് നരകം, ഇപ്പോൾ കാണിച്ചതാണ് നരകം എന്ന്. പട്ടാൾക്കാരൻ ഒന്ന് നിർത്തി. അദ്ദേഹത്തിന് തെറ്റ് മനസ്സിലായി. ബുദ്ധൻ്റെ നേരെ ഇങ്ങനെ വണങ്ങി. അതുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ബുദ്ധൻ പറഞ്ഞു, അതാണ് സ്വർഗമെന്ന്. ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് നരകമല്ല, പക്ഷേ അത് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയാൽ, നിങ്ങളെ കീഴ്പ്പെടുത്താൻ തുടങ്ങിയാൽ അത് നരകമായിട്ട് മാറും. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ ഭരിക്കപ്പെടുന്നതിന് പകരം അവയെ നയിക്കാൻ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ സ്വർഗം നിങ്ങൾ സ്വയം സൃഷ്ടിക്കുന്നു. അപ്പോൾ ഇന്ന് മുതൽ
ജീവിതത്തിലെ എല്ലാ ഔട്ട്കമ്മും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന അവസാനിപ്പിക്കാം. ആ പ്രോസസ്സിൽ വിശ്വസിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ യെസ് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഈ വീഡിയോ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഹാപ്പി ആയിരിക്കും.